യാ ഹബീബി, എൻ്റെ ഹബീബേ, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ. രണ്ട് പ്രയോഗവും സംശയാസ്പദമായ പ്രയോഗമായിട്ടാണ് സാധാരണയിൽ പറയാറുള്ളത്. കാരണം അള്ളാഹുവിന്റെ റസൂല് വലിയവരാണ്, നമ്മൾ നബിയെ സ്നേഹിക്കുന്നു ഏതോ ഒരു മൂലയിലൂടെ. പൂർണ്ണ സ്നേഹമൊന്നും നമുക്കില്ല എന്ന് നമുക്കറിയാം. എന്നാലും സ്നേഹത്തിന്റെ ഒരു ചെറിയ കണിക നമ്മുടെ കൽബിലുണ്ട്. അതാണ് നമുക്ക് തങ്ങളോടുള്ള ഈ ഇത്രയും ജന്മമാസവും അവിടുത്തെ ആധാറുകളോടുമുള്ള മയലാനും അതിലേക്കുള്ള മനസ്സിന്റെ വെമ്പലൊക്കെ വരുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമാണ്. തങ്ങളെ നാം സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ഹബീബ് എന്ന് പറയുന്ന സ്റ്റേജ് അത് അല്ലാഹു തആല മുത്തുനബിയെ സ്നേഹിച്ച സ്റ്റേജാണ്. ആ സ്റ്റേജ് നബിയുടെ ഒരു മർത്തബയാണ്. ആ സ്റ്റേജ് നമ്മൾ ഹബീബ്, എൻ്റെ ഹബീബ് എന്ന് പറയാൻ മാത്രം നമ്മൾ വലുതായില്ല, തങ്ങൾ അത്ര ചെറുതായതുമില്ല. അതുകൊണ്ട് എൻ്റെ ഹബീബ് എന്ന് പറയുന്നത് വളരെ സ്നേഹത്തിന്റെ ആഴത്തിലുള്ള ടൈമിൽ അറിയാതെ വിളിച്ചു പോകുന്ന വരികളായിട്ടായിരിക്കണം രചിതാവ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ചെല്ലുമ്പോൾ നാം അതിനെ അദ്നാമുലാബസത്തിന്റെ ഇളാഫത്തായി അർത്ഥം പറയേണ്ടിയിരിക്കുന്നു. യാ ഹബീബി, അള്ളാഹുവിന്റെ ഹബീബേ, ഹബീബി, ഞാൻ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബേ എന്ന് നാം അർത്ഥം പറയണം. അതുകൊണ്ട് അത്രയും വാക്കുകൾ പറയാൻ കുണ്ടൂർ ഉസ്താദ് മടിച്ചിരുന്നു എന്ന് കുണ്ടൂരിൽ നിന്ന് അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നു. കരിങ്കപ്പാറ ഉസ്താദും ഈ യാ ഹബീബി എന്ന വാക്ക് പറയുമ്പോൾ അത് പറയാൻ മടിച്ചിരുന്നു എന്ന് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതായി അനുഭവിച്ചവർ പറയുന്നു. ഏതായാലും ഇതിന്റെ രചയിതാവിന്റെ മനസ്സ് മുത്തുനബി ലയിച്ചപ്പോൾ വന്ന വരികളായിരിക്കണം. തെറ്റുണ്ടെന്നതല്ല പറഞ്ഞത്. മുത്തുനബി എൻ്റെ ഹബീബാവുക എന്നത്, നമ്മുടെ ഹബീബാവുക എന്നുള്ളത് മുത്തുനബിക്ക് ഒരു മോശമാണ്. കാരണം നമ്മുടെ ജീവിതം നിഖില മേഖലകളും എടുത്ത് പരിശോധിച്ചാൽ തങ്ങളുടെ ആ ശുദ്ധമായ ആ ഒരു വലിയ ലോകത്തോട് ബന്ധപ്പെടുത്താൻ പറ്റിയ രൂപത്തിലുള്ളതല്ല. അതുകൊണ്ട് എൻ്റെ ഹബീബ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ എൻ്റെ നബിയെ എന്ന അർത്ഥത്തിനായിരിക്കണം ആ ഇളാഫത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചൊല്ലേണ്ടത്. പിന്നെ ഉള്ളത് യാ മുഹമ്മദാണ്. യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ നിരുപാധികം ഹറാമാണെന്നാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു. നിരുപാധികം എന്ന് പറഞ്ഞാൽ ബഹുമാന പദങ്ങൾ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും വിളിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ തങ്ങളുടെ അരികിൽ മുഅ്തമദായ അഭിപ്രായം. എന്നാൽ നിരുപാധികം അത് ഹറാമില്ല, അത് ബഹുമാനത്തിന്റെ അടയാളമുള്ള സ്ഥലങ്ങളിൽ അത് ഹറാമില്ല എന്നാണ് മുഹമ്മദ് റംലി തങ്ങൾ പറയുന്നത്. അതിനാണ് പിൻബലം കൂടുതൽ, ഖസീദകളിയുടെ ഒക്കെ പിൻബലമുള്ളത്. ഇവിടെ യാ ഹബീബി എന്ന ബഹുമാന പദം പറഞ്ഞതിന്റെ ശേഷം യാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ പിന്നെ ആ അബദ്ധം അവിടെ വരികയില്ല എന്ന് റംലി ഇമാമിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള കുറെ ഇമാമിങ്ങളുടെ അഭിപ്രായത്തെ ആയിരിക്കണം മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അഭിപ്രായം അതായിരിക്കും യാ മുഹമ്മദ്. അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് എന്നുള്ളത് റസൂലുള്ളാഹിന്റെ പേരായതോടുകൂടെ ഏറ്റവും കൂടുതൽ കണക്കറ്റ് സ്തുതിക്കപ്പെട്ടവർ എന്ന അർത്ഥം മുഹമ്മദ് എന്ന പദത്തിന്റെ ഒരർത്ഥമാണ്, അതിന്റെ ഭാഷാർത്ഥം. ആ അർത്ഥത്തിൽ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് തകരാറില്ല എന്ന് ഇബ്നു ഹജർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം. വളരെയധികം സ്തുതിക്കപ്പെട്ടവരെ, തങ്ങളുടെ പേരല്ല. ലാ തജ്അലു ദുആ റസൂലിക ദുആഇ ബഅദികും ബഅദ എന്ന ആയത്തിന്റെ തഫ്സീറിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഇമാമിയങ്ങൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ബഹുമാന സൂചനയുള്ള പദങ്ങളുടെ ടൈമിൽ പട്ടണമില്ല എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ബഹുമാന സൂചനയുള്ള പദങ്ങൾ ഉണ്ടെങ്കിലും വിളിക്കരുത് എന്നാണ്. ഇനി എവിടെങ്കിലും അങ്ങനെ വന്നാൽ അതിനെ തഅ്വീൽ ചെയ്യണം, തുതിക്കപ്പെട്ടവരെ എന്ന് തഅ്വീൽ ചെയ്യണം. അതാണ് മഹാന്മാരുടെ ചില ഖസീദകളെ സൂചിപ്പിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അതിലൊരു ഖസീദ തന്നെയാണ് ഇതും. യാ മുഹമ്മദ്, തുതിക്കപ്പെട്ടവരെ, വളരെ കൂടുതൽ തുതിക്കപ്പെട്ടവരെ എന്നല്ല, യാ മഹ്മൂദ് എന്നതിന് അർത്ഥമാണ്. യാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ അറ്റമില്ലാതെ സ്തുതിക്കപ്പെട്ടവരെ എന്നാണ്. ആരാണ് ഏറ്റവും സ്തുതിച്ചത്? മുത്തുനബിയെ. അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ മുഹമ്മദായവരെ, സ്തുതിക്കപ്പെട്ടവരെ, അതാണ് മുഹമ്മദിയ മർത്തബ. അള്ളാഹുവിനെ വല്ലാതെ സ്തുതിച്ചവർ എന്നാണ് അഹ്മദിയായ മർത്തബ. ഏറ്റവും സ്തുതിച്ചവർ എന്നാണ്. അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച അഹ്മദുൽ ഹാമിദീൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുൽ മുഹമ്മദീൻ. അള്ളാഹു തആല സ്തുതിച്ചവരിൽ ഏറ്റവും സ്തുതിക്കപ്പെട്ടവർ മുത്തുനബിയുമാണ് എന്ന് മഹാന്മാർ എഴുതിയത് കാണാം. ഷിഫ പോലുള്ള കിതാബുകളിൽ അത് കാണാം. മുഹമ്മദുൽ മുഹമ്മദീൻ, അഹ്മദുൽ ഹാമിദീൻ.
അഹ്മദ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോടുള്ള ബന്ധത്തിന്റെ പേരാണ് അഹ്മദ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുത്തുനബിയോടുള്ള ബന്ധത്തിന്റെ പേരാണ് മുഹമ്മദ്. ഇനിയും അത് വിശദീകരിക്കപ്പെടും. ആ ഇസ്മിൽ ഒതുങ്ങാത്ത ഒന്നുമില്ല. ലോകത്തെല്ലാം ആ ഇസ്മിൽ ഒതുങ്ങിയതും അതിന്റെ രഹസ്യങ്ങളുമെല്ലാം അതിന്റെ രഹസ്യം പറയുന്ന ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. ഹഖീഖത്ത് മുഹമ്മദിയ അതൊരു വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയ, സൂഫി ലോകം ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു ലോകമാണ് ഹഖീഖത്ത് മുഹമ്മദിയ. അതുപോലെ തന്നെ ഹഖീഖത്ത് അഹ്മദിയയും. അത് രണ്ടും ചർച്ച ചെയ്താൽ അപ്പോഴാണ് ഈ മുഹമ്മദ് എന്ന ലോകത്തെ നമുക്ക് മനസ്സിലാവുക. അതൊന്നും പറയാൻ നമുക്ക് ടൈമില്ല, അത് പറയാൻ നമുക്ക് അറിവില്ല, ഉള്ളത് പറയാൻ ടൈമുമില്ല. എന്നാൽ ചില ദുആകളിൽ യാ മുഹമ്മദുണ്ട്, വാ മുഹമ്മദുണ്ട്. ഉദാഹരണം ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും സ്വഹീഹ് എന്ന് തുർമദി പറഞ്ഞതുമായി നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവസ്സലു ഇലൈക ബിനബിയിക മുഹമ്മദ് യാ മുഹമ്മദ് ഇന്നി അതവസ്സലു ബിക ഇലാ റബ്ബി ലിതഖ്ലിയ ഹാജതി. നബിയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ യാ മുഹമ്മദ് എന്നൊരു വിളി ആ ദുആന്റെ ഇടയിൽ കാണാം. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹദർ തങ്ങൾ പറഞ്ഞത് അത് ഹദീസിൽ വാരിദായ ദുആയാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയില്ല, അത് അപ്പടി തന്നെ ചൊല്ലുക എന്നാണ്. അത് അവിടെ ബഹുമാന പദങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബഹുമാന പദം അതിന് മുമ്പുണ്ട്. അവിടുത്തെ യാ മുഹമ്മദ് അപ്പടി തന്നെ ചെല്ലണം, അവിടെ യാ റസൂലല്ലാഹ് എന്നാക്കാൻ പാടില്ല. അത് തങ്ങൾ പഠിപ്പിച്ച ദുആ ആയതുകൊണ്ട്, അത് തങ്ങളെ നാവിലൂടെ നമുക്ക് ചൊല്ലി പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെ ചൊല്ലുകയല്ല, അത് നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിന് വേദന വന്നപ്പോൾ വാ മുഹമ്മദ് യാ മുഹമ്മദ് പറഞ്ഞതും അത് നമുക്ക് വരുമ്പോൾ അങ്ങനെ ചൊല്ലൽ സുന്നത്താണെന്ന ഇമാം ബുഖാരിയുടെയും നബി തങ്ങളുടെയും ഇമാം ജസിരി തങ്ങളുടെയും അതുപോലെയുള്ള നൂറുകണക്കിന് ഇമാമിയങ്ങളും കാലിന് വേദന വരുമ്പോ അതിന്റെ മസിൽ കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റായി, സുന്നത്തായ ദിക്റായി മിസ്റ്റർ ഇബ്നു ഖയ്യിമും അതുപോലെ തന്നെ ഇബ്നു തൈമിയയും എല്ലാവരും അംഗീകരിച്ച് പറഞ്ഞ യാ മുഹമ്മദ് അത് വാരിദായതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അത് ബഹുമാന സൂചനയാക്കാൻ വേണ്ടി യാ റസൂലുള്ളാഹ് എന്നോ മറ്റോ ചേർത്ത് ദലായിൽ ഖൈറാത്ത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഹദീസിൽ വാരിദായ ദുആയാണ്. അതിനെപ്പറ്റി ചർച്ചയില്ല എന്ന് ഇബ്നു ഹദർ തങ്ങൾ ഇലാഹിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാ ഹബീബി യാ മുഹമ്മദ്. എന്നാൽ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഇവിടെ യാ മുഹമ്മദ് എന്ന് ഇല്ല എന്നാണ്. അതും കൂർത്ത ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്ന ഒരാശയമാണ്. അതെന്താ? യാ ഹബീബിയ എന്നാണ് അവിടെ ഉള്ളത്. പിന്നെ അതിൽ നിന്ന് ബദലായിട്ട് അല്ലെങ്കിൽ അതുബയാനായിട്ട് മുഹമ്മദ് യാ ഹബീബിയ എന്നിട്ട് ബൈത്തിന് വേണ്ടി യാന നീട്ടുമ്പോൾ യാ ഹബീബി യാ മുഹമ്മദ് എന്നാവുകയാണ്, എന്നല്ലാതെ യാ മുഹമ്മദ് അല്ല എന്നാണ് റഈസുൽ ഉലമയുടെ പക്ഷം. അത് ദൂരമല്ല, അതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാശയമാണ്. യാ ഹബീബിയ നിങ്ങൾക്ക് മനസ്സിലായോ? യാ ഹബീബിയ മുഹമ്മദ് നീട്ടി ചെല്ലുമ്പോ യാ ഹബീബി യാ മുഹമ്മദ്. നിദാന്റെ യാ അത് നാസിഖിന്റെ പകർപ്പുകാരുടെ കയ്യിൽ കുടുങ്ങിപ്പോയതാണ്. എഴുതേണ്ടത് അങ്ങനെയല്ലായിരുന്നു. എങ്ങനെയാണ്? യാ ഹബീബി യാ മുഹമ്മദ് എന്നാണ്. അതിനെ നീട്ടുമ്പോ യാ ഹബീബി യാ മുഹമ്മദ് എന്നാണ്. അപ്പൊ പിന്നെ റംലി അഭിപ്രായ പ്രകാരം ഇബ്നു അഭിപ്രായ പ്രകാരം രണ്ട് അഭിപ്രായ പ്രകാരം പ്രശ്നമില്ലാതെ വന്നു അല്ലേ എന്നാണ് റഈസുൽ ഉലമയുടെ ആഴമായ ചിന്തയിൽ പറയുന്ന വാക്കുകളിൽ ഒന്നതാണ്. യാ ഹബീബി യാ മുഹമ്മദ്. യാ മുഹമ്മദ് എന്ന പ്രയോഗം ഇതേ മൗലിദിന്റെ തുടക്കത്തിൽ സലാം ബൈത്തില് യാ അഹ്മദ് യാ മുഹമ്മദ് എന്നൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ ഞാൻ ഈ പറഞ്ഞ ചർച്ചകൾ ബാധകമാണ്. യാ അറൂസൽ ഖാഫിഖൈൻ, മശ്രിഖിന്റെയും മഗ്രിബിന്റെയും പേരാണ് ഖാഫിഖാനി. മശ്രിഖ് മഗ്രിബിന് ഖാഫിഖാനി എന്ന് പറയും. അതാണ് ഖാഫിഖൈൻ. മശ്രിഖ് മഗ്രിബിന്റെ പുതുവരനായവരെ ലോകത്തിലേക്ക് പുതുവരനായി അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, ബുദ്ധിയുള്ള എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു പുതുവരനാണ്. ലോകത്തിന്റെ പുതുവരൻ എന്ന് ആരെ പറ്റി പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാം. അങ്ങനത്തെ ഒരു ആദരിക്കപ്പെടുന്ന ആളില്ല. എല്ലാവരാലും ആദരിക്കപ്പെട്ടവർ. മശ്രിഖ് മഗ്രിബി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വ്യാപ്തിയാണ്. അവർ ലോകത്ത് മൊത്തം ആദരിക്കപ്പെടുന്ന അവരെ എല്ലാ മനുഷ്യരാലും ആദരിക്കപ്പെടുന്ന ഒരു പുതുവരനെ സ്വീകരിക്കും പോലെ സ്വീകരിക്കപ്പെടുന്നവരെ
മുഅയ്യദ് യാ മുമജ്ജദ് യാ ഇമാമൽ ഖിബ്ലതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ് മുഅയ്യദ്. അള്ളാഹുവിൻ്റെ എല്ലാ പിൻബലവും നൽകപ്പെട്ടവരെ. യദ് എന്നതിൽ നിന്ന് പോകുന്നതാണ് മുഅയ്യദ്. അയ്യദ കൈ കൊടുത്തു, ശക്തി കൊടുത്തു എന്നൊക്കെ അർത്ഥം. യാ മുഅയ്യദ് ശക്തി കൊടുക്കപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പിൻബലം കൊടുക്കപ്പെട്ടവരെ. യാ മുമജ്ജദ് വളർമ കൊടുക്കപ്പെട്ടവരെ. മുത്തുനബിന്റെ മറ്റൊരു പേരാണ് മുമജ്ജദ്, വളർമ കൊടുക്കപ്പെട്ടവരെ. യാ ഇമാമൽ ഖിബ്ലതൈൻ രണ്ട് ഖിബ്ലയിലേക്കും നിസ്കരിക്കാൻ വഹി കിട്ടിയ നബിയെ. അത് മുൻകാലത്തെ ഗ്രന്ഥങ്ങളിൽ നബിമാരെ പരിചയപ്പെടുത്തിയപ്പോൾ നബിക്കുള്ളൊരു ടൈറ്റിലാണ് ഇത്, ഇമാമുൽ ഖിബ്ലതൈൻ. രണ്ട് ഖിബ്ലയിലേക്കും തിരിയാൻ വിധി കിട്ടിയ ആളുകൾ. കഅബാലയത്തിലേക്കും ബൈത്തുൽ മുഖദ്ദിസിലേക്കും രണ്ടിലേക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെടുന്നവരാണ് ആഖിറു സമാനിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ളതാണ്. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി കൊടുത്ത പേരുകൾ കുറേയുണ്ട്. അതിലൊരു പേരാണ് ഇമാമുൽ ഖിബ്ലതൈൻ. യാ ഇമാമുൽ ഖിബ്ലതൈൻ രണ്ട് ഖിബ്ലയിലേക്കും ഇമാമായവരെ. ഒന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് 18 മാസം നിസ്കരിച്ചിട്ടുണ്ട് ഇമാമത്ത് എന്നുകൊണ്ട്. ഒന്ന് കഅബാലയത്തിലേക്ക്, പിന്നെ അതിനു മുമ്പുള്ള കാലവും അതിന് ശേഷമുള്ള കാലവും കഅബാലയത്തിലേക്ക്. ആ രണ്ട് ഖിബ്ലയിലേക്കും ഇമാമായവരെ. അല്ലെങ്കിൽ യാ ഇമാമൽ ഖിബ്ലതൈൻ രണ്ട് ഖിബ്ലയുടെയും ഇമാമായവരെ. രണ്ട് ഖിബ്ല ബൈത്തുൽ മുഖദ്ദിസും കഅബാലയുമാണ്. ആ കഅബാലയത്തിന്റെയും ബൈത്തുൽ മുഖദ്ദിസിന്റെയും ഖിബ്ല ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിന്റെയും ഖിബ്ല നബി തങ്ങളാണ്. ഇത് ഖിബ്ലത്തുൽ ഖിബ്ല, ഈ ഖിബ്ലൻ ഖുബ്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ. എല്ലാ ഖിബ്ലയുടെയും ഖിബ്ല നബി തങ്ങളാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത് സിയർ അലാമുൻ നുബലായിൽ കാണാം. മുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത്? തർക്കമില്ലാത്ത വിഷയമാണ്, നബിയിലേക്കാണ് തിരിയേണ്ടത്. നബിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത് എന്നാണ് ഒരു മദ്ഹബ്. നമ്മളെ മദ്ഹബ് നബിയുടെ മുന്നിലുള്ളപ്പോൾ നബിയിലേക്ക് തിരിയണമെന്നാണ്. പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂ ഷരീഫിൽ നിന്ന് ഒരു മുഴത്തോളം ഇപ്പുറത്തേക്ക് നിന്നിട്ടേ ഖിബ്ലയിലേക്ക് തിരിയാൻ പാടുള്ളൂ എന്നാണ് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിൽ മുത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലുള്ള ദുആ രണ്ട് ദുആ ഉണ്ട്. ഒന്ന് മുത്തുനബിയുടെ മുഖത്തിലേക്ക് തിരിഞ്ഞ് വജുഹു ഷരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ദുആ. അതാണ് ഇമാം നവവിയുല്ലാഹിൽ ആദ്യമായി പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മുഴത്തോളം തങ്ങളുടെ റസൂ ഷരീഫിൽ നിന്ന് മാറി നിന്ന് തങ്ങളിലേക്ക് പിന്നിട്ട് നിൽക്കാത്ത രൂപത്തിൽ നിന്ന് പിന്നെ ഒരു ദുആ. ഇങ്ങനെയാണ് ഷാഫി മദ്ഹബിലുള്ള ദുആ. നബിയുടെ മുഖത്തിന് നേരെ പിന്തിരിഞ്ഞ് ദുആയിരിക്കുന്ന ഒരു ദുആ ഒരു ഇമാമും ഒരു അഭിപ്രായവും ഒരു ലൈഫായ അഭിപ്രായം പോലും ഇല്ല. എത്രത്തോളം മദീന പള്ളിയുടെ വികസനത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് നീട്ടിയപ്പോൾ അവരുടെ ശേഷമുള്ള ഭരണാധികാരികളൊക്കെ അതിനെ വിപുലീകരിച്ചപ്പോഴൊന്നും മുത്ത് റസൂലുള്ളാഹിന്റെ ഉജറത്തു ഷരീഫയുടെ മുമ്പിൽ അവർ പള്ളി നിർമ്മിച്ചിരുന്നില്ല. നിസ്കാരത്തിന് സ്വഫ് കെട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നില്ല. ഇത് ഞാൻ പറയുകയല്ല, അല്ലാമ അസ്ഹരി അവരുടെ താരീഖു മആലിമിൽ മദീന ഖദീമൻ വഹദീസൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. പിന്നെ സൗദി ഭരണം തൗസിയത്തു സൗദിയെ സംബന്ധിച്ച് പറയുമ്പോൾ മദീന പള്ളിയെ വളരെ വിശാലമാക്കുകയും പ്രൗഢീകരിക്കുകയും ചെയ്ത ടൈമിൽ മുത്ത് റസൂലുള്ളാഹിന്റെ വജുഹു ഷരീഫിന് നേരെയും സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ളവരെ അടക്കി പള്ളിയിലേക്ക് ചേർത്തത് അവരാണ്. സൗദ് ഭരണകൂടമാണെന്ന് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ സൊഫ് നിൽക്കുമ്പോൾ നബിയിലേക്ക് പിന്തിരിഞ്ഞുകൊണ്ടാണ് 3 സൊഫ് നിൽക്കുന്നത്. ഏകദേശം കാൽഭാഗം എന്ന് പറഞ്ഞുകൂടാ, അതിൽ താഴെ നിൽക്കുന്നത് എന്ന വളരെ ദുഃഖകരമായൊരു സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവിടെ പെട്ടാൽ അവിടെ നിസ്കരിക്കാൻ നിൽക്കരുത്. പിന്നെ നിസ്കരിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂലിലേക്ക് പിന്തിരിഞ്ഞുള്ള നിസ്കാരം അത് വലിയ അപകടമാണ്. ഒരിക്കലും ചെയ്യരുത്. അത് തൗസിയത്ത് സൗദിയയുടെ അക്രമങ്ങളിൽപ്പെട്ട ഒന്നാണ്. അവർ ചെയ്തത് വലിയ ഖിദ്മയാണെങ്കിലും പള്ളിയുടെ വികസനവുമെല്ലാം വളരെ നല്ല രൂപത്തിൽ
രൂപത്തിൽ ചെയ്തെങ്കിലും ഇത് വലിയ സൂല്ലതവുള്ള ഒരു പണിയാണ് ചെയ്തത്. ആരാണ് അതിന് പ്രേരിപ്പിച്ച കാപട്യമുള്ള മുനാഫിഖ് എന്ന് നമുക്കറിയില്ല. ഭരണകൂടം അങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെയൊന്നും ചെയ്യുന്നതിൽ ഒരു പ്രത്യേക ബഹുമാനമില്ല എന്ന മുത്ത് റസൂലുള്ളാഹിന്റെ ദറജയെ സംബന്ധിച്ച് പിടുത്തമില്ലാത്ത ഏതെങ്കിലും ആളുകളുടെ പ്രേരണയായിരിക്കും, പണ്ഡിതൻ എന്ന പേരുള്ള ആളുകളുടെ പ്രേരണയായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അവിടെ നിസ്കാരത്തിൽ സിയാറത്തിന്റെ ടൈമിൽ ബാങ്കോ ഇഖാമത്തോ കൊടുത്താൽ അവിടെ സൊഫ് കെട്ടിരിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട്, സുന്നികൾക്കുമുണ്ട്. അത് ശ്രദ്ധിക്കണം. അവിടെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ആ ഇസ്തിഗ്ഫാർ വരാതിരിക്കാൻ വേണ്ടി അവിടെ പള്ളി ഒരു കാലത്തുണ്ടായിരുന്നില്ല, ഇപ്പോൾ അവിടെ ഉണ്ട്. റസൂലുള്ളാഹിനെ പിന്തിരിഞ്ഞുകൊണ്ട് ഒരു വിഷയവും ഇല്ല. അത് അദ്ബുകേടാണ്. അങ്ങനെ ഒരു ദുആ ഒരു മദ്ഹബിലും ഇല്ല. നമ്മളെ മദ്ഹബിൽ 2 ദുആ ഉണ്ട്. ഒന്ന് നബിയിലേക്ക് മുതവജ്ജിഹായിക്കൊണ്ടുള്ള ദുആ. എന്നാൽ മറ്റു ഖബറുകളെ അരികിൽ ചെന്നാൽ നമ്മളെ മദ്ഹബിൽ ഒരു ശൈലിയേ ഉള്ളൂ. ഖുർആൻ ഓതുമ്പോൾ ഒരു ശൈലി തന്നെ മുഅ്തമദ് അസഹ അനുസരിച്ച് അവരിലേക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതുകയും ദുആ ചെയ്യുമ്പോൾ ഖിബ്ലയിലേക്ക് തിരിയുകയും ചെയ്യുക എന്നൊരു കോലം. മറ്റൊരു കോലം ദുആ ചെയ്യുമ്പോഴും ആ ഖബറുകളിലേക്ക് തന്നെ തിരിയേണ്ടത് എന്നൊരു അഭിപ്രായം. അങ്ങനെ അത് റസൂലുള്ളാഹിന്റെ ഖബറല്ലാത്ത സ്ഥലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്കാണോ തിരിയേണ്ടത്, അതല്ല ഖിബ്ലയിലേക്കാണോ തിരിയേണ്ടത് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് പല കിതാബുകളിലും കാണാം. അല്ലാമ ദഹബി ഉദ്ധരിച്ചതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് വഹുവ ഖിബ്ലത്തു അബീക ആദം അലൈഹിസ്സലാം. മുത്തുനബി തങ്ങൾ ദുആയിൽ ഖിബ്ലയാക്കിയത് ആദം നബി അലൈഹിസ്സലാം ദുആയിൽ ഖിബ്ലയാക്കിയത് മുത്തുനബി തങ്ങളെയാണ്, അവിടത്തേക്കാണ് തിരിയേണ്ടത് എന്നാണ് ഇമാം മാലിക് സൂചിപ്പിക്കുന്നത്. അപ്പൊ യാ ഇമാമുൽ ഖിബ്ലത്തൈൻ, ഖിബ്ലയുടെ ഖിബ്ലയായവരെ എന്നും വേണമെങ്കിൽ പറയാം എന്നല്ല, അതാണ് അതിന്റെ പെട്ടെന്ന് ഖൽബിലേക്ക് വരുന്ന അർത്ഥം.